സംസ്ഥാനത്തിന്റെ അതിർത്തി പങ്കിടുന്ന നിയമസഭാ മണ്ഡലമായ നെയ്യാറ്റിൻകരയുടെ സമഗ്ര വികസനത്തിന് കിഫ്ബി വഴി ചിലവഴിച്ചത് 750 കോടിയിലധികം രൂപയാണ്. എന്തായാലും അത്തരത്തിൽ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതായി MLA കെ ആൻസലൻ ഉറപ്പിക്കുന്നു. മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രഥമ പരിഗണന നൽകിയതിനാൽ കിഫ്ബി വഴി 200 കോടി രൂപയാണ് കുടിവെള്ള പദ്ധതികൾക്കായി മാത്രം ചിലവഴിച്ചത്. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന LDF ഭരണത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യ വികസന നാഴികക്കല്ലുകൾക്ക് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്ന കിഫ്ബി പ്രധാന പങ്കാണ് വഹിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എന്ന പോലെ അതിർത്തി മണ്ഡലമായ നെയ്യാറ്റിൻകരയിൽ 750 കോടിയിലധികം രൂപയുടെ കിഫ്ബി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് 10 വർഷം കൊണ്ട് നടപ്പാക്കിയത്. മണ്ഡലം നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി കുടിവെള്ള പദ്ധതിക്കാണ് കിഫ്ബി വഴി പ്രഥമ പരിഗണന നൽകിയത്. നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ച അതിയന്നൂർ, നിർമ്മാണം തുടരുന്ന കാരോട് പദ്ധതികൾ മണ്ഡലത്തിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും. കിഫ്ബി ഫണ്ടിൽ 89 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാരോട് പദ്ധതി അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200 കോടി രൂപയോളം കിഫ്ബിയുടെ ധനസഹായവും മറ്റു ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഒരു 5-6 മാസത്തിനകത്ത് ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നെയ്യാറ്റിൻകര കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിലേക്ക് മാറുകയാണ്. അതിൽ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നമുക്ക് ലഭിച്ച 2 കുടിവെള്ള പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ അതിയന്നൂർ കുടിവെള്ള പദ്ധതിയും കാരോട് കുടിവെള്ള പദ്ധതി. അതിയന്നൂർ കുടിവെള്ള പദ്ധതി സംസ്ഥാനത്തിലെ ജല പദ്ധതികളിൽ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചൊരു പദ്ധതിയായി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഗുണകരമാക്കി മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജ്ജമാണ്. കാരോട് കുടിവെള്ള പദ്ധതി 89 കോടി രൂപയാണ്. കാരോട്, കുളത്തൂർ, ചെങ്കൽ പഞ്ചായത്തുകൾക്ക് സമഗ്ര കുടിവെള്ള പദ്ധതിയാണ്. ആ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾ പ്രോഗ്രസ്സിലാണ്. ഏകദേശം 80% പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ 50 കോടി രൂപയുടെ പദ്ധതികളാണ് മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. നെയ്യാറ്റിൻകര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപയാണ് കൃഷി ഫണ്ടിൽ നിന്ന് ലഭിച്ചത്. നെയ്യാറ്റിൻകര പെരുമ്പടത്തൂർ ഹൈസ്കൂൾ 3 കോടി രൂപ ബിൽഡിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു 2 കോടി രൂപ കെട്ടിടം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. വീണ്ടും ഒരു 3 കോടി 90 രൂപയുടെ കെട്ടിടത്തിൻ്റെ കൺസ്ട്രക്ഷൻ പുരോഗമിക്കുകയാണ്. കുളത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപ കൃഷി ഫണ്ട് വെച്ച് കെട്ടിടം പണി പൂർത്തീകരിച്ച് കൈമാറിക്കഴിഞ്ഞു. അല്ലാതെ തന്നെ അവിടെ വെക്കേഷൻ ഹയർ സെക്കൻഡറി കെട്ടിടം പൂർത്തീകരിച്ചു കൊടുത്തു. കുളത്തൂർ ഗവൺമെൻറ് കോളേജിന് 12 കോടി രൂപ കൃഷി ഫണ്ട് വെച്ച് പുതിയ മന്ദിരത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി എല്ലാത്തിനും 1 കോടി 2 കോടി രൂപ വെച്ചിട്ടുള്ള സ്കീം അത്രയാണ്. ഏകദേശം 80 കോടി രൂപയാണ് പൊതുവിൽ കിഫ്ബിയും സംസ്ഥാന ഗവൺമെൻറ് ഷെയറും വെച്ച് വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ളത്. എല്ലാ സർക്കാർ സ്കൂളിലും ആവശ്യപ്പെട്ടിടത്തെല്ലാം തന്നെ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നല്ല പുരോഗതി കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കോളേജിൻ്റെത് നമുക്ക് വസ്തു അവിടെ ഇല്ല. അപ്പോൾ വസ്തു കോളേജിന് ലഭ്യമാക്കുന്നതിന് വേണ്ടി 5 കോടി രൂപ അതിൻ്റെ അക്വിസിഷൻ നടപടികളിൽ കടന്നിട്ടേ ഉള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ അവർക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആരംഭിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി വഴി ലഭിച്ച കെട്ടിടം സ്കൂളിലെ അക്കാദമിക് നിലവാരം ഉയർത്തിയതായി പ്രിൻസിപ്പലും പറയുന്നു. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുത്തശ്ശി വിദ്യാലയമാണ്. ഏതാണ്ട് 150ഓളം വർഷത്തെ പഴക്കമാണ് ഈ വിദ്യാലയത്തിനുള്ളത്. ഈ 20 കിഫ്ബിയിൽ നിന്ന് നമുക്കൊരു ബഹുനില മന്ദിരം അനുവദിച്ച് കിട്ടി. ഇതിൻ്റെ ഭാഗമായിട്ട് 5 കോടി രൂപയിൽ ചിലവിട്ടുകൊണ്ട് 2 കെട്ടിടങ്ങളാണ് ഇവിടെ നിർമ്മിച്ചത്. ഒന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിനുള്ള 10 ക്ലാസ് മുറികളും ഒരു ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും ഉൾപ്പെടുന്ന കെട്ടിടം. ഒപ്പം തന്നെ ഒരു അമ്യൂണിറ്റി സെൻറ്റർ ഹൈസ്കൂൾ വിഭാഗത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വലിയൊരു ഹാളും കിച്ചണും ഒക്കെയാണ് അമ്യൂണിറ്റി സെൻറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അനുവദിച്ച് കിട്ടിയ ഈ കെട്ടിടത്തിനുള്ളിൽ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള വാഷ് ഏരിയയും ഇതിനുള്ളിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 നിലകളിലുമായിട്ട് വാഷ് ഏരിയയും ഉണ്ട്. അപ്പോൾ ഈ കിഫ്ബി വഴി ലഭിച്ചിരിക്കുന്ന ഈ ഒരു ബഹുനില മന്ദിരം ഇന്നത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന 10 ബാച്ചുള്ള വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂമുകളായിട്ടാണ് നമ്മൾ മെജോറിറ്റിയും ഉപയോഗിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കലിന് പിന്നാലെ കുളത്തൂർ ഗവൺമെന്റ് കോളേജിന് 12 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണത്തിനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. നിലവിൽ നമ്മുടെ കോളേജ് ഇരിക്കുന്നത് 1.25 ഏക്കർ സ്ഥലത്താണ്. പക്ഷെ അത് നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ അവരുടെ വകുപ്പിന് കീഴിലാണ്. അതിപ്പോൾ നമ്മുടെ കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ്റെ വകുപ്പിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൺസ്ട്രക്ഷൻ സാധ്യമാവുള്ളൂ. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് ഓർഡർ ആകും എന്നാണ് അറിയുന്നത്. അതോടുകൂടി ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ട് 12 കോടിയുടെ MLAയുടെ ഒരു ഫണ്ടുണ്ട്. അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക്
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള സാധ്യത കാണുകയാണ്. അടിസ്ഥാന സൗകര്യം വളരെ കുറവാണ്. അതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ കോഴ്സസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും അങ്ങനത്തെ ബാക്കി സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ്. പരിമിതമായ സൗകര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാത്രമല്ല നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അതിന് പുറമെ നമുക്ക് വേറെ UGC ഫണ്ട്, റൂസ ഫണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 5 ഏക്കർ സ്ഥലം കോളേജിന് സ്വന്തമായിട്ട് വേണമെന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇനി അഡീഷണൽ നമ്മൾ അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആകും. ഇതെല്ലാം എക്സ്ട്രാ ക്ലാസ് റൂംസ്, ലാബ് ഫെസിലിറ്റി, പിന്നെ ഒരു റിസർച്ച് ബ്ലോക്ക്, ലൈബ്രറി ബ്ലോക്ക്, ഇതൊക്കെ ചേർന്നിട്ടായിരിക്കും അത് വരിക. ആരോഗ്യമേഖലയുടെ വികസനത്തിനും കിഫ്ബി പ്രധാന പങ്കാണ് വഹിക്കുന്നത്. 10 വർഷത്തിനുള്ളിൽ 32 കോടി രൂപയുടെ വികസനമാണ് സാധ്യമാക്കിയത്. ജനറൽ ആശുപത്രിക്കായി 8.25 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ വകുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ 11 കോടി രൂപ ചെലവിൽ ICUവിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. MLA ഫണ്ട് കൂടി ഉൾപ്പെടുത്തി നിർമ്മിച്ച വാർഡുകളും ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ OPയിലേക്ക് 2000-ഓളം വരുന്ന ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഈ 2000 പേർക്ക് വരുന്ന വാഹനങ്ങൾ, അവിടെ ബൈസ്റ്റാൻഡേഴ്സ്, 436 കിടക്കകളുണ്ട്, IP ഉണ്ട്, IPയിൽ അഡ്മിറ്റ് ചെയ്യുന്നവരുടെ, ഇതെല്ലാം കൂടെ നല്ല രൂപത്തിലേക്കുള്ള ശ്വാസം മുട്ടൽ നേരിടുകയാണ്. ഇത് ട്രാഫിക് ഉണ്ടാക്കുന്നതാണ്. കാരണം വരുന്ന ആളുകൾക്ക് വാഹനങ്ങളെല്ലാം റോഡിൽ തന്നെ വെച്ചിട്ടാണ് അവർ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാശ്വതമായൊരു പരിഹാരം നെയ്യാറ്റിൻകര ആശുപത്രി ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. എങ്കിലും നമുക്ക് കൂടുതൽ ഫണ്ട് പോലും ലഭിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ 8.25 ഏക്കർ ഭൂമി ആശുപത്രിയുടെ പുറകുവശത്ത്, അതായത് നെയ്യാറ്റിൻകര പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ പുറകുവശത്ത് അക്വസിഷൻ നടപടികളുടെ പകുതി സ്റ്റെപ്പ് പൂർത്തീകരിച്ചു. അതിന് അടുത്ത നോട്ടിഫിക്കേഷൻ ഭൂവുടമകളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്ന നോട്ടിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനകത്ത് നടപടികൾ പൂർത്തീകരിച്ച് ഭൂമി നമുക്ക് കിട്ടും. ആശുപത്രിക്കകത്ത് തന്നെ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഏകദേശം 32 കോടി രൂപയുടെ വികസന പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. അതിലൊരു 11 കോടി രൂപ പുതിയ ബിൽഡിങ്ങിന് പ്ലാൻ ഫണ്ടിൽ ലഭിച്ചിട്ടുണ്ട്. അതും ഈ സ്ഥലം പുതിയൊരു പഴക്കം ചെന്ന ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ നടപടിയിലോട്ട് പോയിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഡയാലിസ് ചെയ്യുന്ന ആശുപത്രി നെയ്യാറ്റിൻകര ആശുപത്രിയാണ്. അത് MLA ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. MLA ഫണ്ടിൽ തന്നെ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏകദേശം 28ഓളം വരുന്ന റൂമുകളുള്ള എയർ കണ്ടീഷനും നോൺ AC-യുമുള്ള പേവാർഡ് മന്ദിരത്തിൻ്റെ പണിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായി ഇപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ICUവിൻ്റെ പുതിയ ബ്ലോക്ക് നടക്കുന്നുണ്ട്. MLA പേവാർഡിൻ്റെ 2 നില ബിൽഡിംഗ് കിഫ്ബിയും MLA ഫണ്ട് ഉപയോഗിച്ചാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാരുണ്യ ബലവൻ ഫണ്ട് ഉപയോഗിച്ച് MLAയുടെ ആസ്തി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഡയാലിസിസ് യൂണിറ്റ്, അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു പ്രമുഖ ഡയാലിസിസ് കേന്ദ്രമാണ്. അതിൽ തന്നെ ഏകദേശം നമ്മൾ 44ഓളം രോഗികൾ ഒരു ദിവസം നമ്മളിവിടെ ചികിത്സ നൽകുന്നുണ്ട്. റോഡ് വിഭാഗത്തിൽ മുള്ളറവിള ആയുർപാല നിർമ്മാണത്തിന് 20 കോടി രൂപയുടെയും കന്നിപ്പുറം പാലത്തിന് 15 കോടി രൂപയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. കൂടാതെ കടലോര മേഖലയായ പൊഴിയൂർ നേരിടുന്ന കടലാക്രമണ ഭീഷണി നേരിടാൻ ചെല്ലാനം മോഡൽ പുലിമുട്ട് നിർമ്മാണത്തിന് 93.5 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. കൂടാതെ തീരദേശ ഹൈവേ പ്രൊജക്ട് വഴി 250 കോടി രൂപയും കിഫ്ബി വഴി മണ്ഡലത്തിലെത്തി. കടലിൽ നിന്നും പൊഴിമുറിഞ്ഞ നെയ്യാറിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് പരിഹരിക്കാൻ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കാൻ 20 കോടി രൂപയാണ് കിഫ്ബിയിൽ വകയിരുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രയാസമേറിയത് ഈ മണ്ഡലത്തിൻ്റെ തെക്കേ അറ്റ കടലോര പ്രദേശമാണ്. ഒരു 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പൊഴിയൂർ എന്ന് പറയുന്ന പ്രദേശവും തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്ന നീരോടി കൊല്ലംകോട് പ്രദേശമാണ്. അവിടെ ഉണ്ടായിട്ടുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗം വരുന്ന കടൽ തീരങ്ങളെല്ലാം തന്നെ പുലിമുട്ട് നിർമ്മാണം പൂർത്തീകരിക്കുകയുണ്ടായി കഴിഞ്ഞ ഒരു 4-5 വർഷത്തിന് മുമ്പ്. അത് അന്നത്തെ കേന്ദ്രമന്ത്രി പ്രത്യേക താല്പര്യം എടുത്ത് അവിടുത്തെ കടലോര ഗ്രാമങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ആ ഒരു ഗുണം കിട്ടിയില്ല. അതിൻ്റെ ഭാഗമായി ഈ ചെറിയ കടലോര പ്രദേശം വരുന്ന 3000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് കടലേറ്റം വലിയ രൂപത്തിലേക്ക് ശക്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-200ഓളം വീടുകൾ ഇതിൻ്റെ ഭാഗമായി നശിക്കുന്ന രൂപത്തിൽ. അതിൽ നമ്മൾ 128 ഭവനങ്ങൾക്ക് പുനർഗേഹം പദ്ധതി വഴി പുതിയ വീട് നിർമ്മിച്ച് അവരെ നമുക്ക് പാർപ്പിക്കാൻ കഴിഞ്ഞു. മറ്റുള്ള 100 കണക്കിന് ആളുകൾക്ക് വീടിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കടലാക്രമണത്തിൻ്റെ പ്രയാസം നേരിടുന്ന അവിടെ 2 പുരാതനമായ ക്രിസ്ത്യൻ പള്ളികളുണ്ട്, പരുത്തിയൂർ പള്ളിയും കൊല്ലംകോട് പള്ളിയും. അതുകൂടാതെ തന്നെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ അടക്കം ചെയ്തിട്ടുള്ള പൊതുമശാനം അവിടെ ഉണ്ട്. PW റോഡ്, ഇൻ്റർസ്റ്റേറ്റ് PW റോഡ് അതുവഴി പോകുന്നത്. PW റോഡ് പൂർണ്ണമായും തകർന്നുപോയി. അപ്പോൾ അവിടെ ശാശ്വതമായ പരിഹാരം ദീർഘകാലത്തെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യം. ചെല്ലാനത്ത് നിർമ്മിച്ചതുപോലെ കടൽപ്പീത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 93.5 കോടി രൂപ ഗവൺമെൻറ് കിഡ്ഫി വഴി സഹായം അനുവദിക്കുകയും അത് ടെൻഡർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അത് കിഡ്ഫിയുടെ വലിയൊരു സഹായമായി, പ്രത്യേകിച്ച് ആ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൻ്റെ
പരിപൂർണമായ സംരക്ഷണത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കിഫ്ബി വഴി സംസ്ഥാനത്തിനുണ്ടായ നേട്ടം 140 നിയമസഭാ മണ്ഡലങ്ങളുടെയും ദൃശ്യമാണ്. നാടിന്റെ മുന്നേറ്റത്തിൽ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് കിഫ്ബി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.